ഗാന്ധിജി ചരിത്രപ്രസിദ്ധമായ ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എന്നാണ്? ഉത്തരം 1930 മാർച്ച് 12. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം? ഉത്തരം 1600. ഗാന്ധിജി, മുഹമ്മദ് അലി ജിന്ന എന്നിവരുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ബഹിഷ്കൃത ഭാരത് എന്ന മറാത്തി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഗാന്ധിജി ചരിത്രപ്രസിദ്ധമായ ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എന്നാണ്? ഉത്തരം 1930 മാർച്ച് 12. സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി എവിടെയാണ് പതാക ഉയർത്താറുള്ളത്? ഉത്തരം ചെങ്കോട്ട. ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1922 ഫെബ്രുവരി 5. ഉപ്പ് നിയമം ലംഘിക്കുന്നതിനു വേണ്ടിയുള്ള ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ അന്നത്തെ വൈസ്രോയി ഇർവിൻ പ്രഭു വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? ഉത്തരം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഇർവിൻ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരാണ്? ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം കാനിങ് പ്രഭു. മംഗൽ പാണ്ഡെയുടെ ജീവിത കഥ പറയുന്ന ചലച്ചിത്രം ഏതാണ്? ഉത്തരം മംഗൽ പാണ്ഡെ ദി റൈസിംഗ്. വാഗൺ ട്രാജഡി നടന്ന വർഷം ഏതാണ്? ഉത്തരം 1921 നവംബർ 10. വാഗൺ ട്രാജഡി ദുരന്തം നടന്ന റെയിൽവേ ലൈൻ ഏതാണ്? ഉത്തരം തിരൂർ ടു താനൂർ. ഇന്ത്യയിൽ തപാൽ വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം ഡൽഹൌസി. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി സ്ഥാപിച്ചത് ഏത് വർഷം? ഉത്തരം 1903. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ഉത്തരം ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ ഗ്രൗണ്ട്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം? ഉത്തരം 1919 ഏപ്രിൽ 13. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1857. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം? ഉത്തരം ഉത്തർപ്രദേശിലെ മീററ്റ്. ശിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏതാണ്? ഉത്തരം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? ഉത്തരം മംഗൽ പാണ്ഡെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ്? ഉത്തരം ഖുദിറാം ബോസ്. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബീഹാർ. ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല, അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത്. ഇങ്ങനെ പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്?
ഉത്തരം ലാല ലജ്പത് റായ്. 1857 സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം വി ഡി സവർക്കർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണ്? ഉത്തരം 1987 ഓഗസ്റ്റ് 15. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ദാദാഭായ് നവറോജി. ഇന്ത്യ സ്വതന്ത്രമാവുന്ന കാലത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം രാജഗോപാലാചാരി. ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏതാണ്? ഉത്തരം വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം റിപ്പൺ പ്രഭു. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? ഉത്തരം തത്വബോധിനി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി ഏതാണ്? ഉത്തരം സുബേദാർ. ആറ്റിങ്ങൽ കലാപം നടന്നത് എന്നായിരുന്നു? ഉത്തരം 1721 ഏപ്രിൽ 15. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും മടങ്ങിയെത്തിയപ്പോൾ ഗുജറാത്തികളുടെ സംഘടനയായ ഗുർജർ മഹാസഭ ഗാന്ധിജിക്ക് ഒരു സ്വീകരണം നൽകി. ബോംബെയിലെ മംഗൾദാസ് ഹൌസിലെ പൂന്തോട്ടത്തിൽ വെച്ച് സംഘടിപ്പിക്കപ്പെട്ട ഈ സ്വീകരണത്തിൽ അധ്യക്ഷനായത് ഗുർജൻ സഭയുടെ അന്നത്തെ അധ്യക്ഷനായിരുന്നു. പിൽക്കാലത്ത് ഗാന്ധിജിയുടെ ജീവിതത്തിൽ ആഴമേറിയ മുറിവുകൾ നൽകിയ ഈ വ്യക്തി ആരായിരുന്നു? ഉത്തരം മുഹമ്മദ് അലി ജിന്ന. 1909 ജൂലൈയിൽ ഒരു കേസിന്റെ വാദവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കപ്പലിറങ്ങിയ ഇംഗ്ലണ്ടിലെ സതാംപ്ടൺ എന്ന തുറമുഖം പിന്നീട് മറ്റൊരു പ്രസിദ്ധമായ യാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ഏതായിരുന്നു ആ യാത്ര? ഉത്തരം ടൈറ്റാനിക് കപ്പലിന്റെ യാത്ര. ഈ പ്രദേശത്ത് നടന്ന സമരങ്ങളായിരുന്നു കുടസമരം തുടങ്ങിയവയെക്കുറിച്ചുള്ള വാർത്തകൾ അമേരിക്കൻ പത്രങ്ങളിൽ പോലും വന്നിരുന്നു. ഏതാണ് ഈ പ്രദേശം? ഉത്തരം ലക്ഷദ്വീപ്. ബാലഗംഗാധര തിലകനുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കേസരി എന്ന പ്രസിദ്ധീകരണം വിടുകയും സുധാരക് എന്ന പ്രസിദ്ധീകരണം ആരംഭിക്കുകയും ചെയ്തത് ആരാണ്? ഉത്തരം ഗോപാൽ ഗണേഷ് അഗാർക്കർ. ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത് എന്നായിരുന്നു? ഉത്തരം 2007 ജൂൺ 15. ഞാൻ പോയാൽ അദ്ദേഹം എന്റെ ഭാഷ സംസാരിക്കും എന്നെനിക്കറിയാം. 1941 ജനുവരി 15 AICC മുൻപാകെ ഗാന്ധിജി പ്രസംഗിച്ചത് ആരെ ഉദ്ദേശിച്ചാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. 1940 ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത്. ആരെയാണ് ഗാന്ധിജി ഇതിനായി തിരഞ്ഞെടുത്തത്? ഉത്തരം വിനോബ ഭാവെ. ഒഡീഷയിലെ ജഗുലായ് പദ സ്വദേശിയായിരുന്ന ഒരു ധീരന്റെ വിധവയ്ക്ക് 2016 ഒഡീഷ സർക്കാർ 5 ലക്ഷം രൂപ പാരിതോഷികമായി നൽകി. 1948 ഗാന്ധിജിയെ വെടിവെച്ച് വീഴ്ത്തിയ നാഥുറാം വിനായക് ഗോഡ്സെ കീഴ്പ്പെടുത്തി പോലീസിന് നൽകിയതിനായിരുന്നു ഈ പാരിതോഷികം. ആരായിരുന്നു ഈ ധീരനായ വ്യക്തി? ഉത്തരം രഘു നായക്. ക്വിറ്റ് ഇന്ത്യ, സൈമൺ ഗോ ബാക്ക് എന്നീ മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ്.
ഉത്തരം യൂസഫ് മെഹ്റലി. ഇന്ത്യയെ കൂടാതെ ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മറ്റ് 5 രാജ്യങ്ങൾ കൂടിയുണ്ട്. ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ? ഉത്തരം ഉത്തര കൊറിയ, ദക്ഷിണ കൊറിയ, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ബഹ്റൈൻ, ലിച്ചൻസ്റ്റൈൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന? ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്.